തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരായിരുന്നു? ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. അടുത്തത്, ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യ മരം എന്ന പേരിൽ ഒരു മരം നട്ടത് ആരായിരുന്നു? ഉത്തരം ടിപ്പു സുൽത്താൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഏത് വർഷമായിരുന്നു? 1885 ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. അടുത്തത്, രണ്ടാം കർണാടക യുദ്ധം നയിച്ചത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ് രണ്ടാം കർണാടക യുദ്ധം നയിച്ചത്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മാഡം ഭിക്കാജി കാമ. ഭിക്കാജി കാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്. കൊൽക്കത്ത പട്ടണം സ്ഥാപിച്ചത് ആരായിരുന്നു? ജോബ് ചാർനോക്ക് ആണ് കൊൽക്കത്ത പട്ടണം സ്ഥാപിച്ചത്. ജോബ് ചാർനോക്ക്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആരായിരുന്നു? കോൾബർട്ട്. കോൾബർട്ട് ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇന്ത്യയിൽ സുപ്രീം കോടതികൾ സ്ഥാപിച്ചത് ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഇന്ത്യയിൽ സുപ്രീം കോടതികൾ സ്ഥാപിച്ചത്. മിൻറ്റോ മോർലി ആക്ട് പാസാക്കിയത് ഏത് വർഷമായിരുന്നു? 1909 മിൻറ്റോ മോർലി ആക്ട് പാസാക്കിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് സമ്മേളനത്തിലാണ് സോഷ്യലിസം ഒരു നയമായി അംഗീകരിച്ചത്? ആവടി സമ്മേളനം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ആൻസർ റിപ്പൺ പ്രഭു. 1773 കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. അഷ്ടപ്രധാൻ എന്നത് ഏത് ഭരണാധികാരിയുടെ മന്ത്രിസഭയുടെ പേരായിരുന്നു? ഛത്രപതി ശിവജിയുടെ. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഭരണാധികാരി ആരായിരുന്നു? കുമാരഗുപ്തൻ. കേരളത്തിലെ ഏത് ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത്? വടക്കുംനാഥ ക്ഷേത്രം ആണ് കേരളത്തിലെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്നത്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ആരായിരുന്നു? ഉത്തരം ലാലാ ഹർദയാൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം ഏതായിരുന്നു? ആൻസർ കോട്ടയം. അടുത്തത്, ഒങ്കസ വർഗക്കാർ വസിക്കുന്ന സ്ഥലം ഏതാണ്? ആൻസർ ആൻഡമാൻ. അടുത്തത്, റോമൻ ഗ്രീക്ക് നാവികൻ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്നത് ഏത് വർഷമായിരുന്നു? AD 45. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. വിവാഹം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എത്ര? 13 വയസ്സ്. ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്ത്? കസ്തൂർബ. ഗാന്ധിജി സ്വന്തം ആത്മകഥയിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ ഏറെ ആഗ്രഹിച്ച അധ്യായം ഏത്? ഉത്തരം ബാല്യവിവാഹം. ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ച വർഷം ഏത്? 1887. മലബാർ മാനുവൽ രചിച്ചത് ആര്? ഉത്തരം വില്യം ലോഗൻ.